നമസ്കാരം, ഏവർക്കും DKയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയെ ത്രിവർണ്ണ പതാകയെക്കുറിച്ചിട്ടാണ്. ആദ്യം നമുക്ക് ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനം എന്താണെന്ന് നോക്കാം. ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി എന്നാണ് ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ദേശീയ പതാകയിൽ 3 നിറങ്ങളാണുള്ളത്. കുങ്കുമം, വെള്ള, പച്ച എന്നിങ്ങനെ 3 നിറങ്ങളാണ് നമ്മുടെ ദേശീയ പതാകയിലുള്ളത്. കുങ്കുമം ഏറ്റവും മുകളിലായിട്ടാണ് കുങ്കുമ നിറം കാണുന്നത്. നടുക്ക് വെള്ള, ഏറ്റവും താഴെയായിട്ടാണ് പച്ച നിറം. ഈ വെള്ളയിൽ ഒരു അശോക ചക്രം കൂടിയുണ്ട്. അശോക ചക്രം 24 ആരക്കാലുകളുള്ള ഒരു അശോക ചക്രം വെള്ള നിറത്തിലുണ്ട്. അശോക ചക്രത്തിൻ്റെ നിറം എന്താണ്? നേവി ബ്ലൂ അല്ലെങ്കിൽ നാവിക നീല കളറിലാണ് അശോക ചക്രം കാണപ്പെടുന്നത്. അശോക ചക്രം എടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഈ അശോക ചക്രം എടുത്തിരിക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി സ്വാതന്ത്ര്യത്തിന് മുൻപ്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് പല ദേശീയ പതാകകൾ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നു. അതിലും ഇതുപോലെ നിറങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിറങ്ങൾ പല മതത്തെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. ഇപ്പം കുങ്കുമ നിറം അല്ലെങ്കിൽ ചുവപ്പ് നിറമാണെങ്കിൽ അത് ഹിന്ദുക്കളെയും, പച്ച നിറമാണെങ്കിൽ അത് മുസ്ലിം ജനവിഭാഗത്തിനെയും, ഇനി വെള്ള നിറമാണെങ്കിൽ ചെറിയ ചെറിയ മതങ്ങൾ, ബുദ്ധമതം, ജൈനമതം, പാഴ്സി പോലുള്ള ചെറിയ ചെറിയ മതങ്ങളെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു മതേതര ഇന്ത്യയായിട്ട് തുടരാനായിട്ടായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പഴയ ഒരു ദേശീയ പതാക അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് മതത്തോടൊരു സാദൃശ്യം അല്ലെങ്കിൽ മതവുമായിട്ട് നമുക്കതിനെ താരതമ്യപ്പെടുത്താനായിട്ട് കഴിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ദേശീയ പതാകയ്ക്ക് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ദേശീയ പതാകയ്ക്ക് വ്യക്തമായ ഒരു വ്യാഖ്യാനം നൽകണം. അങ്ങനെ ദേശീയ പതാകയ്ക്ക് വ്യക്തമായ വ്യാഖ്യാനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ദേശീയ പതാകയിലെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ വ്യാഖ്യാനം നൽകിയത്. കുങ്കുമനിറം സൂചിപ്പിക്കുന്നത് ധീരതയും ത്യാഗത്തെയുമാണ്. കുങ്കുമനിറം സൂചിപ്പിക്കുന്നത് ധീരതയും ത്യാഗത്തെയുമാണ്. വെള്ള നിറമാണെങ്കിൽ സത്യത്തെയും സമാധാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പച്ചനിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധിയെയും ഫലഭൂവിഷ്ഠതയുമാണ് സൂചിപ്പിക്കുന്നത്. അശോക ചക്രം സൂചിപ്പിക്കുന്നത് ധർമ്മത്തെയാണ്. അശോക ചക്രം ധർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം എക്സാമിന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഓർത്തിരിക്കുക, കുങ്കുമ നിറം ധീരതയും ത്യാഗത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വെള്ള നിറമാണെങ്കിൽ സത്യത്തെയും സമാധാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പച്ച നിറം സമൃദ്ധിയെയും ഫലഭൂവിഷ്ഠതയുമാണ് സൂചിപ്പിക്കുന്നത്. അശോക ചക്രം 24 ആരക്കാലുകളുള്ള അശോക ചക്രം ധർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഈ നിറങ്ങൾക്കും അശോക ചക്രത്തിനും ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇനി നമ്മുടെ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യാണ്. ദേശീയ പതാക, ഇന്ത്യയുടെ ദേശീയ പതാകയെ ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22-നാണ് ഇന്ത്യയുടെ ദേശീയ പതാകയെ ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചത്. ഈ ഡേറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പല കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിലൊരു കമ്മിറ്റിയാണ് അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്. അതായത് നമ്മുടെ ദേശീയ പതാകയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്ത കമ്മിറ്റിയാണ് അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്. അപ്പോൾ ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓർത്തിരിക്കുക, ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് അതിൻ്റെ അധ്യക്ഷൻ. ക്ലിയർ ആയല്ലോ. അപ്പം നമുക്ക് അടുത്ത ഫാക്ട്സ് നോക്കാം. ദേശീയ പതാകയുടെ നിർമ്മാണത്തിന് ചുമതലപ്പെട്ട സ്ഥാപനമുണ്ട്. KKGSS, കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. ദേശീയ പതാകയുടെ നിർമ്മാണത്തിന് ചുമതലപ്പെട്ട സ്ഥാപനമാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. ഇത് കർണാടകയിലെ ഹൂബ്ലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ ഹൂബ്ലിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഹൂഗ്ലി അല്ല കേട്ടോ, ഹൂബ്ലിയാണ്. ഹൂഗ്ലി സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഇത് ഹൂബ്ലിയാണ്. ഓർത്തിരിക്കുക. ഈ KKGSS രൂപീകരിച്ചത് 1957 നവംബർ 1-നാണ് KKGSS രൂപീകരിച്ചത്. കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം രൂപീകരിച്ചത് 1957 നവംബർ 1-നാണ്. KKGSS 9 അളവുകളിൽ, അതായത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി 9 അളവുകളിൽ ഇന്ത്യയുടെ പതാക നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി.
അപ്പം അതിൽ ഏറ്റവും ചെറിയ അളവ് പഠിക്കണം, ഏറ്റവും വലിയ അളവും പഠിക്കണം. ഏറ്റവും ചെറിയ അളവ് 150 mm ഇൻറ്റു 100 mm ആണ്. ഏറ്റവും ചെറിയ അളവ് 150 mm ഇൻറ്റു 100 mm ആണ്. ഇനി ഏറ്റവും വലിയ അളവ് 6300 mm ഇൻറ്റു 4200 mm ആണ്. വലിയ അളവും ചെറിയ അളവും മാറിപ്പോതെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. ചെറുത് 150 mm ഇൻറ്റു 100 mm, വലുത് 6300 mm ഇൻറ്റു 4200 mm ആണ്. ഇനി ഇത് കൂടാതെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള അളവുകളും കൂടെ പഠിച്ചിരിക്കണം. എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫ്ലാഗിൻ്റെ അളവ് ചോദിച്ചിട്ടുണ്ട് മുൻപ്. 450 mm ഇൻറ്റു 300 mm, 450 mm ഇൻറ്റു 300 mm. ഈ VVIP വിമാനം ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി, പ്രസിഡന്റ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ക്യാബിനറ്റ് മന്ത്രിമാർ തുടങ്ങിയ ആൾക്കാരാണ് ഈ VVIP വിമാനം ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ ആ ഒരു വിമാനം ഉപയോഗിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന പതാകയുടെ അളവാണ് 450 mm ഇൻറ്റു 300 mm. ക്ലിയർ ആയല്ലോ? അടുത്തത് കാറുകളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് 225 mm ഇൻറ്റു 150 mm ആണ്. കാറുകളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് 225 mm ഇൻറ്റു 150 mm. ഇനി മേശപ്പുറത്ത് പതാക വയ്ക്കും. മേശപ്പുറത്ത് വയ്ക്കുന്ന പതാകയുടെ അളവ് ഏറ്റവും ചെറിയ അളവ് തന്നെ 150 mm ഇൻറ്റു 100 mm. ഇതെല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. വലിയ അളവും ചെറിയ അളവും പഠിക്കുക. പിന്നെ VVIP വിമാനത്തിൽ ഉപയോഗിക്കുന്നത് 450 mm ഇൻറ്റു 300 mm ആണ്. കാറിൽ ഉപയോഗിക്കുന്നത് 225 mm ഇൻറ്റു 150 mm, മേശപ്പുറത്ത് ഉപയോഗിക്കുന്നത് 150 mm ഇൻറ്റു 100 mm ആണ്. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇന്ത്യൻ പതാക നിയമം. അടുത്തത് ഇന്ത്യൻ പതാക നിയമം. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26-നാണ്. 2002 ജനുവരി 26-നാണ് ഇന്ത്യൻ പതാക നിയമം, ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ഇന്ത്യൻ പതാക നിയമത്തിൽ ഇന്ത്യൻ പതാകയുടെ രൂപീകരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ പതാകയോട് പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും ഇനി പതാകയോട് നമ്മൾ എന്തെങ്കിലും അനാദരവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷയെക്കുറിച്ചും ഒക്കെയാണ് ഇന്ത്യൻ പതാക നിയമത്തിൽ പറയുന്നത്. ഈ പതാക നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദീർഘചതുരാകൃതിയിലായിരിക്കണം ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കേണ്ടത്. ദീർഘചതുരാകൃതിയിലായിരിക്കണം ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കേണ്ടത്. അതിൻ്റെ നീളവും വീതിയും തമ്മിൽ ഒരു അനുപാതമുണ്ട്. അത് നമ്മൾ മാറ്റാൻ പാടില്ല. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ഈ ഒരു അനുപാതം ഫോളോ ചെയ്തിട്ടാണ് ഈ അളവുകളെല്ലാം രൂപീകരിച്ചിട്ടുള്ളത്. അപ്പം നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ഇനി തിരിച്ച് വീതി ഈസ്റ്റു നീളം എന്നാണോ ചോദിച്ചേക്കണമെങ്കിൽ 2:3 തിരിച്ചെഴുതിക്കണം. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് 3:2. നീളം 3ഉം വീതി 2ഉമാണ്. അത് തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. ഇനി ഖാദി തുണിയിലായിരിക്കണം ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കേണ്ടത്. ഖാദി തുണിയിലായിരിക്കണം ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഫ്ലാഗ് കോഡിൽ അല്ലെങ്കിൽ പതാക നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത് സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയാണ്. സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയാണ്. ചെങ്കോട്ടയിലാണ് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത്. അപ്പം ആദ്യമായി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത്. എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് പ്രസിഡന്റാണ്. മാറിപ്പോരുത്. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് പ്രസിഡന്റാണ്. രാജ്പഥിലാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത്. ഈ രാജ്പഥിൻ്റെ പേര് ഇപ്പം മാറ്റിയിട്ടുണ്ട് കേട്ടോ. കർത്തവ്യപഥ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. രാജ്പഥിൻ്റെ പേര് ഇപ്പോൾ കർത്തവ്യപഥ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ കർത്തവ്യപഥ് ആയിരിക്കും തന്നിട്ടുള്ളത്. റിപ്പബ്ലിക് ദിനത്തിൽ പ്രസിഡന്റ് കർത്തവ്യപഥിലാണ് ദേശീയ പതാക ഉയർത്തുന്നത്. ക്ലിയർ ആയല്ലോ? ഇന്ത്യയിലെ ഏതൊരു പൗരനും ദേശീയ പതാക ഉയർത്താനുള്ള അവകാശമുണ്ടോ? അതായത് റിപ്പബ്ലിക് ദിനത്തിലും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ദിനത്തിലും നമ്മൾ ദേശീയ പതാക ഉയർത്താറുണ്ട്. അല്ലാത്ത ഒരു സാധാരണ ദിവസത്തിൽ ഇന്ത്യയിലെ പൗരന്മാർക്ക് ദേശീയ പതാക ഉയർത്താനുള്ള അവകാശമുണ്ടോ? അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.